ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലോട്ട് അടക്കം വേണ്ടി ആദ്യമായിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം. അങ്ങനെ ഒരു സോഫയിൽ അപ്പാനി ശരത്തും അനുമോളും സരികയും അക്ബറും കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അനുമോളുടെ അടുത്ത് ചോദിക്കുകയാണ്, അതായത് നിനക്ക് ശൈത്യമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരുന്നു? നീ എന്തിനാണ് ബാക്ക് സ്റ്റാമ്പ് ചെയ്യുന്നത് പോലെ ശൈത്യയെ ചെയ്തതും അതേപോലെ തന്നെ കട്ടപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് നീ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എക്സ്പ്ലനേഷൻ നീ കൊടുത്തേ മതിയാവൂ അനുമോളെ എന്നുള്ള രീതിയിൽ അക്ബർ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിൻ്റെ ഈ ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോയാലും ഉണ്ടാവില്ലേ? അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തണമെങ്കിൽ ഉറപ്പായിട്ടും നീ അവളുടെ അടുത്ത് സംസാരിക്കുക അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അതായത് എനിക്ക് അവളുടെ ഫ്രണ്ട്ഷിപ്പ് ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ വന്ന ആ ദിവസം തന്നെ അതായത് ഭയങ്കര മോശമായിട്ടുള്ള വർത്താനാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ സംസാരിക്കുന്ന ഒരു ഫ്രണ്ടിനെ എനിക്ക് വേണ്ട. ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അതായത് ഈ ഒരു 5 കൈവിരലിൽ എണ്ണാവുന്ന ആ ഒരു ഫ്രണ്ട്സിന് മാത്രമേ ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കൊണ്ടുപോകുന്നുള്ളൂ. അതായത് അവളുടെ മനസ്സിലോട്ട് എടുത്തിട്ടുള്ള ഫ്രണ്ട്സ് എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. പിന്നെയും അക്ബർ ഓരോ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നോക്കി നടക്കാനായിട്ട് കഴിയില്ല. ഒരു പക്ഷേ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാം ചെയ്യുന്ന ഒരു വീടായിരുന്നെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് ഫ്രണ്ട്സിനും കൂടെ അടിച്ചു പൊളിച്ചൊക്കെ നടക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് ഫാമിലിക്കാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പും തൂക്കി പിടിച്ച് നടക്കാനായിട്ട് എനിക്ക് കഴിയില്ല. എനിക്ക് വർക്കിന് പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഇതാണല്ലേ എന്ന് അക്ബർ പറയുന്നുണ്ട് അവിടെ.